ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷമേത്? 1971. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലൂടെയാണ് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത്. കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ പിന്തുണയോടെ സ്വാതന്ത്ര്യം നേടി. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര്? എം.എഫ്. ഹുസൈൻ. പ്രമുഖ ഇന്ത്യൻ ചിത്രകാരനായ എം.എഫ്. ഹുസൈൻ നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആധുനിക കലാസൃഷ്ടികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ബാർബഡോസ്. കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ ബാർബഡോസ് പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. ഈ പ്രദേശത്ത് പറക്കുന്ന മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. നർമ്മദയ്ക്കും തപ്തിക്കുമിടയിലുള്ള പർവ്വതനിര ഏത്? സത്പുര. നർമ്മദാ നദിക്കും തപ്തി നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. മധ്യ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഒരു പ്രധാന ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ്. നല്ലളം താപനിലയം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന താപവൈദ്യുത നിലയമാണ് നല്ലളം താപനിലയം. സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇതിന് പങ്കുണ്ട്. പൂർവ്വദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് ഏത്? കേരളം. സുഗന്ധദ്രവ്യങ്ങൾക്ക് പേരുകേട്ട കേരളത്തെ പൂർവ്വദിക്കിലെ ഏലത്തോട്ടം, ഗാർഡൻ ഓഫ് സ്പൈസസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പണ്ടുകാലം മുതൽക്കേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി സുഗന്ധവ്യഞ്ജന വ്യാപാരം കേരളത്തിനുണ്ടായിരുന്നു. നളന്ദ സർവകലാശാല പുതുക്കിപ്പണിത പുഷ്യഭൂതി വംശത്തിലെ ചക്രവർത്തി ആര്? ഹർഷവർദ്ധനൻ. പ്രാചീന ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിൽ ഹർഷവർദ്ധനന് വലിയ പങ്കുണ്ടായിരുന്നു. ഗുപ്തകാലഘട്ടത്തിൽ സ്ഥാപിച്ച ഈ സർവകലാശാല ലോകത്തിലെ ഏറ്റവും മികച്ച പഠനകേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? എക്സോബയോളജി. ഭൂമിക്ക് പുറത്ത് ജീവന്റെ ഉത്ഭവം, വിതരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി. മറ്റ് ഗ്രഹങ്ങളിലും ബഹിരാകാശത്തും ജീവന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി. ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതം ആട്ടക്കഥയെ സാഹിത്യ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരി കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചു. ഇതിന്റെ കാവ്യസൗന്ദര്യത്തെയും നാടകീയതയെയും ഇത് ഉയർത്തിക്കാട്ടുന്നു. ബാബറെ ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ആര്? ദൗലത്ത് ഖാൻ ലോധി. 1526-ലെ പാനിപ്പത്ത് യുദ്ധത്തിനു മുമ്പ് ഡൽഹി സുൽത്താനായ ഇബ്രാഹിം ലോധിക്കെതിരെ ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ദൗലത്ത് ഖാൻ ലോധിയും റാണ സംഗയും ചേർന്നാണ്. ഇത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി. ഹരിതകമുള്ള ഒരു ജന്തു ഏത്? യൂഗ്ലീന. യൂഗ്ലീന ഒരു ഏകകോശ ജീവിയാണ്. ഇതിന് സസ്യങ്ങളെപ്പോലെ ഹരിതകമുപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയും. എന്നാൽ ജന്തുക്കളെപ്പോലെ ചലിക്കാനും ഭക്ഷണം പുറമെ നിന്ന് സ്വീകരിക്കാനും ഇതിന് സാധിക്കും. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ആര്? ഉദ്ധം സിംഗ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ 1940-ൽ ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് വെടിവെച്ചു കൊന്നു. ഈ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറി. ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കറാച്ചി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് കറാച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം ഏത്? കരൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവമാണ് കരൾ. ദഹനം, മെറ്റബോളിസം, വിഷാംശങ്ങളെ നീക്കം ചെയ്യൽ തുടങ്ങി നിരവധി പ്രധാന പ്രവർത്തനങ്ങൾ ഇത് നിർവഹിക്കുന്നു. അന്റാർട്ടിക്ക, തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? ഡ്രേക്ക് പാസേജ്.
അന്റാർട്ടിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള ജലപാതയാണ് ഡ്രേക്ക് പാസേജ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജലപാതകളിലൊന്നാണ്. പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത്? നമീബിയ. പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയുടെ ഭാഗമാക്കിയ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് നമീബിയ. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും ഇത് മുൻഗണന നൽകുന്നു. ബുർജ് ഖലീഫയുടെ ഡിസൈനർ ആര്? അഡ്രിയാൻ സ്മിത്ത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയുടെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയത് അമേരിക്കൻ വാസ്തുശില്പി അഡ്രിയാൻ സ്മിത്താണ്. സ്കിഡ്മോർ, ഓവിങ്സ് ആൻഡ് മെറിൽ, സോം എന്ന സ്ഥാപനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇത് ചെയ്തത്. അമാൽഗത്തിലെ പ്രധാന ലോഹം ഏത്? മെർക്കുറി. മെർക്കുറിയുമായി മറ്റ് ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരമാണ് അമാൽഗം. ദന്തചികിത്സയിൽ പല്ലുകൾ നിറക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു, എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു. അമിത്രഘാത, ശത്രുക്കളുടെ ഘാതകൻ എന്നറിയപ്പെട്ട മൗര്യഭരണാധികാരി ആര്? ബിന്ദുസാരൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനും അശോകന്റെ പിതാവുമായിരുന്ന ബിന്ദുസാരൻ അമിത്രഘാത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇത് ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥമാക്കുന്നു. അദ്ദേഹത്തിന്റെ സൈനിക കഴിവുകളെ ഇത് സൂചിപ്പിക്കുന്നു. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അദ്ദേഹത്തിന്റെ ബാല്യകാലം, പഠനം, ശാസ്ത്രരംഗത്തെ സംഭാവനകൾ എന്നിവ ഇതിൽ വിവരിക്കുന്നു. SK പൊറ്റക്കാട്ടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഏത്? ഒരു ദേശത്തിന്റെ കഥ. പ്രമുഖ മലയാള എഴുത്തുകാരൻ SK പൊറ്റക്കാട്ടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് 1980-ൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഊരുബംഗം എന്ന സാങ്കല്പിക ഗ്രാമത്തിലൂടെയുള്ള ഒരു ദേശത്തിന്റെ ചരിത്രവും ജീവിതവുമാണ് ഈ നോവൽ പറയുന്നത്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആന്റി ഷിപ്പ് മിസൈൽ ഏത്? ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തുനിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിലൊന്നാണ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമായി ചേർന്ന് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 1941-ൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചു. ഇത് യുദ്ധാനന്തര ലോകക്രമത്തിനുള്ള തത്വങ്ങൾ രൂപീകരിച്ചു. BMW കാർ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ്? ജർമ്മനി. പ്രമുഖ ആഡംബര വാഹന നിർമ്മാതാക്കളായ BMW ജർമ്മൻ കമ്പനിയാണ്. ആസ്ഥാനം മ്യൂണിക്കിലാണ്. ലോകമെമ്പാടും അവർക്ക് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. അമാവാസി, പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയിറക്കം അറിയപ്പെടുന്ന പേരെന്ത്? സ്പ്രിംഗ് ടൈഡ്. അമാവാസി, പൗർണമി ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുന്നതിനാൽ അവയുടെ ഗുരുത്വാകർഷണബലം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ഏറ്റവും വലിയ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും സ്പ്രിംഗ് ടൈഡ് ഉണ്ടാക്കുന്നു. മധുര ഏത് നദീതീരത്താണ്? യമുന. ഉത്തർപ്രദേശിലെ പുരാതന നഗരമായ മധുര യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുക്കൾക്ക് ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഏകദേശം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയാണുള്ളത്. ഭൂമിശാസ്ത്രപരമായ ഈ സവിശേഷത പലപ്പോഴും ചോദ്യങ്ങളിൽ വരാറുണ്ട്. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത്? സ്പുട്നിക്. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആയിരുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത ഉപഗ്രഹം. ഇത് ബഹിരാകാശയുഗത്തിന് തുടക്കം കുറിച്ചു. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആര്? B.R. അംബേദ്കർ.
ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1924 സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത് പ്രവർത്തിച്ചത്. ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയത് എപ്പോൾ? 1998 13 മെയ് 11. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമായിരുന്നു ഓപ്പറേഷൻ ശക്തി. 1998 മെയ് മാസത്തിൽ പൊക്രാനിൽ വെച്ചാണ് ഇത് നടന്നത്. ഇതോടെ ഇന്ത്യ ഒരു ആണവശക്തിയായി ലോകത്തിനു മുന്നിൽ നിലകൊണ്ടു. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ലോയർ. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ലോയർ നദി. രാജ്യത്തിന്റെ മധ്യഭാഗത്തുകൂടി ഒഴുകുന്ന ഈ നദി ചരിത്രപരമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുള്ളതാണ്. ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. മേഘാലയയിലെ ഷില്ലോങ്ങിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഉമിയാം തടാകം. സുന്ദരമായ കാഴ്ചകളുള്ള ഈ തടാകം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആഭ്യന്തര കലഹം എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്. ഉരകങ്ങളില്ലാത്ത വൻകര ഏത്? അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള വൻകരയായ അന്റാർട്ടിക്കയിൽ ഉരകങ്ങൾ, പാമ്പുകൾ, ഓന്തുകൾ തുടങ്ങിയവ സ്വാഭാവികമായി കാണപ്പെടുന്നില്ല. അവിടുത്തെ അതിശൈത്യം അവയുടെ അതിജീവനത്തിന് അനുയോജ്യമല്ലാത്തതിനാലാണ് ഇത്. കപടലോകത്തിലാത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്ന് പാടിയത് ആര്? ചങ്ങമ്പുഴ. മലയാളത്തിലെ പ്രശസ്ത കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വിഖ്യാതമായ ഈ വരികൾ അദ്ദേഹത്തിന്റെ രമണൻ എന്ന കാവ്യത്തിലേതാണ്. ആത്മാർത്ഥതയുടെയും നിരാശയുടെയും ദർശനമാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത്. വംശനാശഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡാറ്റ ബുക്ക് വംശനാശഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വിവരങ്ങൾ അടങ്ങിയതാണ്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ നിലയെക്കുറിച്ച് ഇത് വിവരങ്ങൾ നൽകുന്നു. വിനോദത്തിനായി മറ്റ് ജീവികളെ കൊല്ലുന്ന ഏക ജീവി ഏത്? മനുഷ്യൻ. പ്രകൃതിയിൽ പല ജീവികളും അതിജീവനത്തിനായി മറ്റ് ജീവികളെ വേട്ടയാടുമ്പോൾ വിനോദത്തിനോ വിനോദവേട്ടയാടലിനോ വേണ്ടി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനാണ് എന്നത് ഒരു നിരീക്ഷണമാണ്. ഇത് പരിസ്ഥിതിയുമായുള്ള മനുഷ്യന്റെ ഇടപെടലിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ഏത്? അയോർട്ട. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് അയോർട്ടയുടെ പ്രധാന ധർമ്മമാണ്. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏത്? മഹാഭാരതം. പ്രാചീന ഇന്ത്യയിലെ ഇതിഹാസ കാവ്യമായ മഹാഭാരതം അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നു. ധർമ്മം, നീതി, ജീവിത തത്വങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകൾ ഇത് ഉൾക്കൊള്ളുന്നു. ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏതു വിഷയത്തിലെ നോബൽ സമ്മാനമാണ്? സാമ്പത്തികശാസ്ത്രം. ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കായി ബാങ്ക് ഓഫ് സ്വീഡൻ നൽകുന്ന സാമ്പത്തികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് സാമ്പത്തികശാസ്ത്രത്തിനുള്ള സ്വെറിജസ് റിക്സ്ബാങ്ക് പ്രൈസ്. ഇത് നോബൽ പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പിന്നീട് ചേർത്തതാണ്. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ ഏത്? 9 ഡിഗ്രി ചാനൽ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് സമൂഹത്തിലെ പ്രധാന ദ്വീപുകളെ മിനിക്കോയിൽ നിന്ന് വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. ഇത് ഈ ദ്വീപസമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭൂമിശാസ്ത്രപരമായ അതിർത്തിയാണ്. CV രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം? രാമൻ ഇഫക്ട്. സർ CV രാമൻ പ്രകാശത്തിന്റെ വിസരണത്തെക്കുറിച്ചുള്ള പഠനത്തിലൂടെ രാമൻ ഇഫക്ട് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തത്തിനാണ് 1930 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇത് ഇന്ത്യൻ ശാസ്ത്രത്തിന് വലിയ അംഗീകാരമായിരുന്നു.
CET സ്കാൻ കണ്ടുപിടിച്ചത് ആര്? ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ്. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി CET സ്കാൻ കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ് ആണ്. ശരീരത്തിലെ അവയവങ്ങളുടെ വിശദമായ ഛായാചിത്രങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കുന്നു. വൈദ്യശാസ്ത്രരംഗത്ത് ഇത് ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തമായിരുന്നു. 1979 ഏത് സമുദ്രത്തിൽ വെച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കൈരളി എന്ന കപ്പൽ കാണാതായത്? ഇന്ത്യൻ മഹാസമുദ്രം. 1979 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ MV കൈരളി എന്ന കപ്പൽ ജപ്പാനിൽ നിന്ന് ഗോവയിലേക്ക് ഇരുമ്പയിരുമായി വരുന്നതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് കാണാതാവുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 51 ജീവനക്കാരെയും കണ്ടെത്താനായില്ല. ഇത് ഇന്ത്യൻ മാരിടയം ചരിത്രത്തിലെ ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു. മനുഷ്യന്റെ നഖം എന്നത് എന്താണ്? പ്രോട്ടീൻ. മനുഷ്യന്റെ നഖങ്ങൾ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചർമ്മത്തിലും മുടിയിലുമുള്ള ഒരു ഫൈബ്രസ് പ്രോട്ടീനാണ്. നഖങ്ങൾക്ക് കടുപ്പം നൽകുന്നതും സംരക്ഷണം നൽകുന്നതും ഈ പ്രോട്ടീനാണ്. കേരളത്തിൽ വനമില്ലാത്ത ഏക ജില്ലയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമല്ലാത്തതും താരതമ്യേന കുറഞ്ഞ വനമേഖലയുമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വനഭൂമിയില്ലാത്ത ജില്ലയായി ഇത് പരിഗണിക്കപ്പെടുന്നു. ഇത് കേരള ഭൂമിശാസ്ത്രത്തിലെ ഒരു പ്രധാന വിവരമാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയത് ആര്? ഭഗത് സിംഗ്. 1928 ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ ചേർന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവം ലക്ഷ്യമിട്ട ഈ സംഘടന ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇത് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രധാന വിപ്ലവ പ്രസ്ഥാനമായിരുന്നു. യൂറൽ നദി പതിക്കുന്ന തടാകം, കടൽ ഏതാണ്? കാസ്പിയൻ കടൽ. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന യൂറൽ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യൂറൽ നദി കാസ്പിയൻ കടലിലാണ് പതിക്കുന്നത്. കാസ്പിയൻ കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ്. ഇത് റഷ്യ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം? ജോഹന്നാസ്ബർഗ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വംശീയ വിവേചനത്തിനെതിരെ സത്യാഗ്രഹം നയിക്കുന്ന കാലത്താണ് ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത്. 1908 ജോഹന്നാസ്ബർഗിലാണ് അദ്ദേഹത്തെ തടവിലാക്കിയത്. ഇത് അദ്ദേഹത്തിന്റെ സമരജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ആര്? ബാബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറാണ് ഇന്ത്യയിൽ മുഗൾ പൂന്തോട്ട ശൈലിക്ക് തുടക്കം കുറിച്ചത്. ജാമിതീയ രൂപകൽപ്പനയും ഒഴുകുന്ന ജലധാരകളും അദ്ദേഹത്തിന്റെ പൂന്തോട്ടങ്ങളുടെ പ്രത്യേകതയായിരുന്നു. ആഗ്രയിലെ ആരാംബാഗ് ഇതിനുദാഹരണമാണ്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ്? കേളപ്പൻ. 1931 മുതൽ 32 വരെ കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു കേളപ്പൻ. ക്ഷേത്രപ്രവേശനത്തിനായി നിരാഹാര സമരം ആരംഭിച്ച അദ്ദേഹത്തെ ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് സമരം അവസാനിപ്പിച്ചത്. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങൾക്ക് ഇത് ഊർജ്ജം നൽകി. ആര്യന്മാരുടെ സ്വദേശം മധ്യേഷ്യയാണെന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ഗവേഷകൻ? മാക്സ് മുള്ളർ. പ്രശസ്ത ജർമ്മൻ ഇൻഡോളജിസ്റ്റും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്നു മാക്സ് മുള്ളർ. ഇൻഡോ ആര്യൻ ഭാഷകളുടെ പഠനത്തെ അടിസ്ഥാനമാക്കി ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. ഈ സിദ്ധാന്തം ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ചാവിഷയമാണ്. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ വിമാനത്താവളം? ബാഗ്ഡോഗ്ര. പശ്ചിമ ബംഗാളിലെ സിലിഗുരിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബാഗ്ഡോഗ്ര വിമാനത്താവളം സിക്കിമിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ്. സിക്കിമിൽ തേക്ക് വിമാനത്താവളമുണ്ടെങ്കിലും വലിയ വിമാനങ്ങൾക്കും കൂടുതൽ യാത്രക്കാർക്കും ആശ്രയം ബാഗ്ഡോഗ്രയാണ്. ഇത് സിക്കിമിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും സൈനിക ആവശ്യങ്ങൾക്കും നിർണായകമാണ്. ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ് ഉരുത്തിരിഞ്ഞ രാജ്യം? ഇന്ത്യ. പുരാതന ഇന്ത്യ ഭാഷാശാസ്ത്ര പഠനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
പാണിനിയുടെ അഷ്ടാധ്യായി പോലുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഇത് ഭാഷാശാസ്ത്ര പഠനത്തിന് ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ രചിച്ച കൃതി ആടുജീവിതം. ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ ദുരിതജീവിതം വരച്ചുകാട്ടുന്നു. എൻജിഒകളിൽ പ്രവർത്തിച്ചുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നോവലിന് ആഴം നൽകി. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അറബിക് വെള്ളി നാണയങ്ങൾ ഇന്ത്യയിലാദ്യമായി അടിച്ചിറക്കിയ സുൽത്താൻ ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷ് ഇന്ത്യയിൽ അറബിക് ശൈലിയിലുള്ള വെള്ളി നാണയങ്ങൾ, അതായത് താങ്ക വെള്ളി നാണയം, ജിദൽ ചെമ്പ് നാണയം എന്നിവ ആദ്യമായി അവതരിപ്പിച്ചു. ഇത് ഇന്ത്യയിലെ നാണയ വ്യവസ്ഥയിൽ ഒരു പ്രധാന പരിഷ്കാരമായിരുന്നു. സംസ്ഥാന ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ശാസ്ത്ര പരിസ്ഥിതി കൗൺസിലിന്റെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് KSCSTE ചെയർമാൻ സാധാരണയായി സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും നയരൂപീകരണത്തിനും നടപ്പാക്കലിനും നേതൃത്വം നൽകുന്നു. കൗൺസിൽ സംസ്ഥാനത്തെ ഗവേഷണ സ്ഥാപനങ്ങളെയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നു. പുരുഷനാമമുള്ള വടക്കുകിഴക്കൻ ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. ടിബറ്റിലെ കൈലാസ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ്. അരുണാചൽ പ്രദേശ്, അസം എന്നിവിടങ്ങളിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. ബ്രഹ്മാവിന്റെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് ഈ പേര്. അധികാരം കൈയടക്കാൻ 1923 ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിന്റെ പേര് ബിയർ ഹാൾ പുഷ്. 1923 അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും മ്യൂണിക്കിൽ നടത്തിയ പരാജയപ്പെട്ട അട്ടിമറി ശ്രമമാണ് ബിയർ ഹാൾ പുഷ്. ബവേറിയൻ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാനായിരുന്നു ശ്രമം. ഈ സംഭവത്തിന് ശേഷം ഹിറ്റ്ലർ അറസ്റ്റിലാവുകയും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മൈൻ കാംഫ് എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. മധുര ഏത് നദിയുടെ തീരത്താണ്? വൈഗ. തമിഴ്നാട്ടിലെ ഒരു പ്രധാന നഗരമായ മധുര വൈഗ നദിയുടെ തീരത്താണ് സ്ഥിതിചെയ്യുന്നത്. പ്രാചീന തമിഴ് സാഹിത്യത്തിലും സംസ്കാരത്തിലും വൈഗ നദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം ഈ നദിയുടെ കരയിലാണ്. മനുഷ്യന് ആകെ എത്ര പേശികളുണ്ട്? 639. മനുഷ്യശരീരത്തിൽ ഏകദേശം 639 പേശികളുണ്ടെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഈ പേശികൾ ശരീരചലനങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, ശ്വാസം, രക്തചംക്രമണം എന്നിവയ്ക്ക് സഹായിക്കുന്നു. പേശികൾ പേശി സങ്കോചത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ. മുടി, നഖം, ചർമ്മത്തിന്റെ പുറംപാളി എന്നിവയിൽ കാണപ്പെടുന്ന ഒരു ഘടനാപരമായ പ്രോട്ടീനാണ് കെരാറ്റിൻ. ഇത് മുടിക്ക് ബലവും ഘടനയും നൽകുന്നു. കെരാറ്റിൻ മൃതകോശങ്ങളാൽ നിർമ്മിതമാണ്. മുസ്സോളിനി ഭരണാധികാരിയായിരുന്ന രാജ്യം ഇറ്റലി. ബെനിറ്റോ മുസ്സോളിനി ഇറ്റലിയുടെ ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായിരുന്ന അദ്ദേഹത്തിന്റെ ഭരണം 1922 മുതൽ 1943 വരെ നീണ്ടുനിന്നു. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു മുസ്സോളിനി. നബാർഡ് നിലവിൽ വന്ന വർഷം 1982. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് 1982 ജൂലൈ 12 നിലവിൽ വന്നത്. ഗ്രാമീണ വികസനത്തിനും കൃഷിക്കും വായ്പയും ധനസഹായവും നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ വളർച്ചയിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. ഇന്ത്യൻ നയതന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായിരുന്ന VK കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ദീർഘവും ശ്രദ്ധേയവുമായ പ്രസംഗങ്ങൾ ലോകശ്രദ്ധ നേടി. അദ്ദേഹത്തിന്റെ വാചാലതയും നയതന്ത്ര വൈദഗ്ധ്യവും പ്രശംസനീയമായിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. 1905 കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു.
ഈ വിഭജനം 1911-ൽ ഡൽഹി ദർബാറിൽ വെച്ച് ജോർജ് അഞ്ചാമൻ രാജാവ് റദ്ദാക്കി. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെന്റിക്. വില്യം ബെന്റിക് പ്രഭു ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്ന കാലത്താണ് പേർഷ്യന് പകരം ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയത്. മെക്കാളെ മിനിറ്റ്സിന്റെ ശുപാർശയനുസരിച്ചായിരുന്നു ഈ മാറ്റം. ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. സോഷ്യലിസത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനെ പലപ്പോഴും സോഷ്യലിസത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് സാമൂഹിക പരിഷ്കർത്താവായിരുന്ന അദ്ദേഹം സഹകരണ സംഘങ്ങളെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും പിന്തുണച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ യൂറോപ്പിലുടനീളം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. അജ്മീർ സ്ഥാപിച്ചത് ആര്? അജയരാജൻ. 12-ാം നൂറ്റാണ്ടിൽ ചൗഹാൻ രാജാവായ അജയരാജനാണ് അജ്മീർ നഗരം സ്ഥാപിച്ചത്. രാജസ്ഥാനിലെ ഒരു പ്രധാന ചരിത്ര നഗരമാണ് അജ്മീർ. ഇത് പിന്നീട് സൂഫി സന്യാസി മൊയിനുദ്ദീൻ ചിസ്തിയുടെ ദർഗയിലൂടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. മജ്ലിസ് എന്ന പേരുള്ള നിയമനിർമ്മാണ സഭയുള്ള സാർക്ക് രാജ്യം മാലിദ്വീപ്. മാലിദ്വീപിന്റെ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേര് പീപ്പിൾസ് മജ്ലിസ് എന്നാണ്. ഇത് ഏകസഭയുള്ള പാർലമെന്റാണ്. സാർക്ക് രാജ്യങ്ങളിൽ ഈ പേരിൽ നിയമനിർമ്മാണ സഭയുള്ള രാജ്യം മാലിദ്വീപാണ്. മുംബൈ നഗരത്തിലുള്ള ഒരു പ്രശസ്തമായ വനം ഇപ്പോൾ ദേശീയോദ്യാനമാണ്. ഏതാണത്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. മുംബൈ നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് നഗരത്തിനുള്ളിലെ ഒരു പ്രധാന ഹരിത ശ്വാസകോശമാണ്. നേരത്തെ കാൻഹേരി ഗുഹകൾക്ക് പേരുകേട്ട ഈ പ്രദേശം ഇപ്പോൾ ഒരു പ്രധാന ദേശീയോദ്യാനമാണ്. ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഈ പാർക്ക് സഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ്. മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206. ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. കുട്ടികളിൽ ജനിക്കുമ്പോൾ ഏകദേശം 300 അസ്ഥികളുണ്ടായിരിക്കും. എന്നാൽ വളരുന്നതിനനുസരിച്ച് ഇവയിൽ ചിലത് പരസ്പരം ചേർന്ന് 206 ആയി കുറയുന്നു. അസ്ഥികൂടം ശരീരത്തിന് ഘടനയും സംരക്ഷണവും നൽകുന്നു. യോഗ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് പതഞ്ജലി. യോഗ ദർശനത്തിന്റെ പ്രധാന ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് മഹർഷി പതഞ്ജലിയാണ്. അദ്ദേഹത്തിന്റെ യോഗസൂത്രങ്ങൾ യോഗയുടെ അടിസ്ഥാന തത്വങ്ങളും പരിശീലന രീതികളും വിശദീകരിക്കുന്നു. യോഗ മനസ്സിനും ശരീരത്തിനും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകുന്നു. രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വർഷം തോറും നടക്കുന്ന പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം. സാമൂതിരിമാരുടെ കാലം മുതൽ നിലനിന്നിരുന്ന ഈ പാരമ്പര്യം വേദങ്ങളിലും മീമാംസയിലും വ്യാകരണത്തിലും മികച്ച പണ്ഡിതരെ ആദരിക്കുന്ന വേദിയായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ ക്ഷാമം ലഘൂകരിക്കുന്നതിനായി മരച്ചീനി കൃഷി വ്യാപകമായി പ്രോത്സാഹിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ നടപടി വലിയ സ്വാധീനം ചെലുത്തി. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു പ്രധാന കാർഷിക പരിഷ്കാരമായിരുന്നു ഇത്. ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ്. മഹാത്മാഗാന്ധി രബീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് ബഹുമാനപൂർവ്വം സംബോധന ചെയ്തിരുന്നു. ഇരുവരും പരസ്പരം ആദരവ് പുലർത്തിയിരുന്നു. ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ആദരവിന്റെ പ്രതീകമാണ്. തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിയത് ഏതു വർഷത്തിലാണ്? AD 1853. 1853-ൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ചു. ഇത് അടിമത്തം പൂർണ്ണമായി നിർത്തലാക്കുന്നതിനുള്ള ആദ്യ ചുവടുകളിൽ ഒന്നായിരുന്നു. ഈ വിളംബരം അടിമത വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി നൽകി. പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം രാജ്യം ചൈന. BC 2-ാം നൂറ്റാണ്ടിൽ ചൈനയിലാണ് പേപ്പർ ആദ്യമായി നിർമ്മിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തത്. കായ് ലുൻ എന്ന വ്യക്തിയാണ് പേപ്പർ നിർമ്മാണത്തിൽ പ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്.
ഈ കണ്ടുപിടുത്തം അറിവിന്റെയും ആശയവിനിമയത്തിന്റെയും വികാസത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം വാർഷികാഘോഷം നടന്ന സ്ഥലം പള്ളുരുത്തി. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത SNDP യോഗം വാർഷികാഘോഷം 1927 കൊച്ചിയിലെ പള്ളുരുത്തിയിൽ വെച്ചാണ് നടന്നത്. അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലും സംഘടനയുടെ വളർച്ചയിലും ഈ സമ്മേളനം പ്രാധാന്യമർഹിക്കുന്നു. ടാഗോറിന്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യകോകിലം ആലപിച്ചതാരാണ്? സിസ്റ്റർ കേശവൻ. 1922 രവീന്ദ്രനാഥ ടാഗോർ കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കുമാരനാശാൻ രചിച്ച കവിതയാണ് ദിവ്യകോകിലം. ഈ കവിത സിസ്റ്റർ കേശവനാണ് ആലപിച്ചത്. ഇത് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പ്രധാന മുഹൂർത്തമാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം മൗലവി. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഈ സംഘടന രൂപീകരിച്ചത്. നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടുത്തെ നിയമനിർമ്മാണ സഭയാണ്? ക്യൂബ. ക്യൂബയുടെ ദേശീയ നിയമനിർമ്മാണ സഭയാണ് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ. ഇത് ക്യൂബയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ക്യൂബയുടെ സോഷ്യലിസ്റ്റ് ഭരണവ്യവസ്ഥയുടെ ഭാഗമാണിത്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എവിടെയാണ്? മുംബൈ. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം ഇപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. പുരാതന ഇന്ത്യൻ ചരിത്രം, കല, പ്രകൃതി ചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ശേഖരങ്ങൾ ഇവിടെയുണ്ട്. ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വേല പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. ബെൻഗ്വേല പ്രവാഹം ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുകൂടി ഒഴുകുന്ന ഒരു തണുത്ത സമുദ്രജല പ്രവാഹമാണ്. ഇത് ബെൻഗ്വേല ആവാസവ്യവസ്ഥയ്ക്ക് കാരണമാകുകയും ഈ പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന ആഹ്വാനമായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാത്തതിനാൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതികൾക്കെതിരെ കോളനിക്കാർ ഉയർത്തിയ മുദ്രാവാക്യമാണിത്. ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന? അഫ്ഗാനിസ്ഥാൻ. മില്ലി തരാന അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമായിരുന്നു. 2006 ഇത് ഔദ്യോഗികമായി സ്വീകരിക്കുകയും 2021 താലിബാൻ അധികാരത്തിൽ വരുന്നതുവരെ ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഗാനം പഷ്തു ഭാഷയിലുള്ളതാണ്. നിലവിൽ താലിബാൻ ഭരണത്തിൽ ഔദ്യോഗിക ദേശീയ ഗാനമില്ല. നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ്? പട്യാല. നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് NSNIS പഞ്ചാബിലെ പട്യാലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് സ്ഥാപനങ്ങളിലൊന്നാണ്. ഇന്ത്യൻ കായിക താരങ്ങളെ പരിശീലിപ്പിക്കുന്നതിനും കായിക വികസനത്തിനും ഇത് ഒരു പ്രധാന കേന്ദ്രമാണ്. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ജലവൈദ്യുതി. ജലവൈദ്യുതിയെ വൈറ്റ് കോൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതുപോലുള്ള മലിനീകരണമില്ലാത്ത ഒരു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സാണിത് എന്നതിനാലാണിത്. ജലശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനെയാണ് ജലവൈദ്യുതി എന്ന് പറയുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടിപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും ജൈവവൈവിധ്യ കലവറയുമാണ്. ഏതു മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ? കരടി. കരടികൾക്ക് തേൻ വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അവരുടെ മികച്ച ഘ്രാണശക്തി ഉപയോഗിച്ച് തേനീച്ചക്കൂടുകൾ കണ്ടെത്തി തേൻ കഴിക്കുന്നു. ഇത് അവരുടെ ഭക്ഷണക്രമത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. ലോക്താക്ക് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്ത്? മണിപ്പൂർ.
മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക്താക്ക് ജലവൈദ്യുത പദ്ധതി ലോക്താക്ക് തടാകത്തെ ആശ്രയിച്ചുള്ള ഒരു പ്രധാന ഊർജ്ജ പദ്ധതിയാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് ലോക്താക്ക് തടാകം. ഈ പദ്ധതി മണിപ്പൂരിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയ ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി സർദാർ കെ.എം. പണിക്കർ. നയതന്ത്രജ്ഞനും ചരിത്രകാരനുമായിരുന്ന സർദാർ കെ.എം. പണിക്കർ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഇത് ലോകവേദിയിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യം ഇന്ത്യയുടെ വിദേശ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. മനുഷ്യന്റെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഇത് നിതംബത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശരീരത്തിന് നിവർന്നു നിൽക്കാനും നടക്കാനും ഓടാനും സഹായിക്കുന്നത് ഈ പേശിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാലാ നാരായണൻ നായർ. പ്രമുഖ കവിയും സാഹിത്യകാരനുമായിരുന്ന പാലാ നാരായണൻ നായർ ആയിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി. 1956-ൽ രൂപീകരിച്ച അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. കേരളത്തിലെ സാഹിത്യ വളർച്ചയ്ക്ക് ഇത് വലിയ സംഭാവന നൽകി. തിരുവിതാംകൂറിൽ ആയില്യം തിരുനാൾ രാജാവിന്റെ സ്ഥാനാരോഹണം ഏതു വർഷത്തിൽ? AD 1861. തിരുവിതാംകൂർ ഭരിച്ച പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. 1861-ൽ അദ്ദേഹം അധികാരമേറ്റു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാമൂഹികവും ഭരണപരവുമായ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനായിരുന്നു? പോളണ്ട്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് സ്ഥാപിച്ച പോളിഷ് ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു നിക്കോളാസ് കോപ്പർനിക്കസ്. സൂര്യകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ച് ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഇത് പിന്നീട് ഗലീലിയോയെയും കെപ്ലറ്റെയും പോലുള്ള ശാസ്ത്രജ്ഞർക്ക് പ്രചോദനമായി. ഏത് സമുദ്രത്തിലാണ് ഗാലപ്പഗോസ് ദ്വീപുകൾ? പസഫിക് സമുദ്രം. ഇക്വഡോറിന് പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഗാലപ്പഗോസ് ദ്വീപുകൾ. അദ്വിതീയമായ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായ ഈ ദ്വീപുകൾ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത പഠനത്തിന് പ്രചോദനമായി. ഇത് ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പുപാളി ബ്ലബർ. തിമിംഗലങ്ങളുടെയും മറ്റ് കടൽ സസ്തനികളുടെയും ചർമ്മത്തിന് താഴെയുള്ള കൊഴുപ്പിന്റെ കട്ടിയുള്ള പാളിയാണ് ബ്ലബർ. ഇത് ശരീരതാപം നിലനിർത്താനും ഊർജ്ജം സംഭരിക്കാനും സഹായിക്കുന്നു. തണുത്ത വെള്ളത്തിൽ ജീവിക്കാൻ ബ്ലബർ അവരെ സഹായിക്കുന്നു. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്? ജഹാംഗീർ. 1613-ൽ ജഹാംഗീറിന്റെ ഭരണകാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് സൂറത്തിൽ തങ്ങളുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചത്. മുഗൾ ദർബാറിൽ സർ തോമസ് റോയുടെ സന്ദർശനവും ഇതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. തത്വചിന്തകന്റെ കമ്പിളിയെന്ന് അറിയപ്പെടുന്നത്? സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ZnO തത്വചിന്തകന്റെ കമ്പിളി, ഫിലോസഫർ എസ് വൂൾ എന്നറിയപ്പെടുന്നു. ഇത് ചൂടാക്കുമ്പോൾ വെളുത്ത പൊടിയായി മാറുകയും തണുക്കുമ്പോൾ മഞ്ഞയായി മാറുകയും ചെയ്യുന്ന ഒരു ലോഹ ഓക്സൈഡാണ്. ഏതു മൃഗത്തിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ? ജിറാഫ്. ജിറാഫുകൾക്ക് അക്കേഷ്യ മരങ്ങളുടെ ഇലകൾ വളരെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അവയുടെ നീണ്ട കഴുത്തും നാക്കും ഉപയോഗിച്ച് ഈ മരങ്ങളിലെ ഇലകൾ എളുപ്പത്തിൽ ഭക്ഷിക്കാൻ കഴിയും. ഏത് മുഗൾ ചക്രവർത്തിയെക്കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടുമറിഞ്ഞു നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടുമറിഞ്ഞു പോകുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലെയിൻ പൂൾ വിശേഷിപ്പിച്ചത്? ഹുമയൂൺ. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന്റെ ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. ജീവിതകാലം മുഴുവൻ ഉരുണ്ടുമറിഞ്ഞു നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടുമറിഞ്ഞു പോകുകയും ചെയ്തു എന്ന് ലെയിൻ പൂൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഹുമയൂണിന്റെ ഭരണത്തിൽ സംഭവിച്ച പല തകർച്ചകളെയും തിരിച്ചടികളെയും സൂചിപ്പിക്കുന്നു. വേഴ്സായ് ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമേത്? ഒന്നാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത് 1919 ജൂൺ 28-ന് ഒപ്പുവെച്ച വേഴ്സായ് ഉടമ്പടിയിലൂടെയാണ്. ജർമ്മനിക്കും സഖ്യകക്ഷികൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ ഉടമ്പടി ലക്ഷ്യമിട്ടു.
വോൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു? കാസ്പിയൻ കടൽ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയായ വോൾഗ റഷ്യയിലൂടെ ഒഴുകി കാസ്പിയൻ കടലിൽ പതിക്കുന്നു. ഇത് റഷ്യയുടെ ഒരു പ്രധാന ജലപാതയും സാമ്പത്തിക സ്രോതസ്സുമാണ്. ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലീ ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത്? ജോൺ എഫ്. കെന്നഡി. 1963 നവംബർ 22 ഡാളസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ്. കെന്നഡി ലീ ഹാർവി ഓസ്വാൾഡിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദുരന്തമായി ഇത് അടയാളപ്പെടുത്തുന്നു. ആതുരശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ യുദ്ധകാലത്ത് ആതുരശുശ്രൂഷാരംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന അവർ ശുചിത്വത്തിലും രോഗീപരിചരണത്തിലും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു. ആദികാവ്യം എന്നറിയപ്പെടുന്നത്? രാമായണം. വാൽമീകി മഹർഷി രചിച്ച രാമായണമാണ് ആദികാവ്യം എന്നറിയപ്പെടുന്നത്. സംസ്കൃതത്തിലെ ആദ്യകാല മഹാകാവ്യങ്ങളിൽ ഒന്നായ ഇത് ഭാരതീയ സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അനിശ്ചിതത്വ സിദ്ധാന്തത്തിന്റെ ആവിഷ്കർത്താവ്? ഹൈസൻബർഗ്. വെർണർ ഹൈസൻബർഗ് അവതരിപ്പിച്ച അനിശ്ചിതത്വ സിദ്ധാന്തം അൺസർട്ടനിറ്റി പ്രിൻസിപ്പൽ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഒരു കണികയുടെ സ്ഥാനവും ആക്കവും ഒരേ സമയം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയില്ലെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഏത് അടിമ സുൽത്താന്റെ കാലത്താണ് ചെങ്കിസ് ഖാന്റെ ആക്രമണ ഭീഷണി നേരിട്ടത്? ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷിന്റെ ഭരണകാലത്താണ് 1210 മുതൽ 1236 വരെ മംഗോൾ ഭരണാധികാരിയായ ചെങ്കിസ് ഖാന്റെ ആക്രമണ ഭീഷണി ഇന്ത്യ നേരിട്ടത്. ചെങ്കിസ് ഖാൻ സിന്ധുനദി വരെ എത്തിയിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം? 1962. 1962-ൽ ഇന്ത്യ ചൈന യുദ്ധസമയത്താണ് ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ബാഹ്യാക്രമണം എന്ന കാരണത്താലാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ? വി.ഡി. സവർക്കർ. വിനായക് ദാമോദർ സവർക്കർ 1904-ൽ സ്ഥാപിച്ച വിപ്ലവകരമായ രഹസ്യ സംഘടനയായിരുന്നു അഭിനവ ഭാരത സൊസൈറ്റി. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആസൂത്രിത ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ? ചണ്ഡിഗഡ്, ഗാന്ധിനഗർ. ചണ്ഡിഗഡ് പഞ്ചാബ്, ഹരിയാന, ഗാന്ധിനഗർ ഗുജറാത്ത് എന്നിവ ആസൂത്രിതമായി നിർമ്മിച്ച ഇന്ത്യൻ നഗരങ്ങളും സംസ്ഥാന തലസ്ഥാനങ്ങളുമാണ്. നഗരാസൂത്രണത്തിന്റെ മികച്ച ഉദാഹരണങ്ങളായി ഇവയെ കണക്കാക്കുന്നു. ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 1840. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് ബ്രിട്ടനിൽ 1840-ൽ പുറത്തിറക്കി. ആധുനിക തപാൽ സമ്പ്രദായത്തിന്റെ തുടക്കമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസുകാരനല്ലാത്ത ഏക പ്രധാനമന്ത്രി? എ.ബി. വാജ്പേയി. ഭാരതീയ ജനതാ പാർട്ടി നേതാവായ അടൽ ബിഹാരി വാജ്പേയിയാണ് കോൺഗ്രസുകാരനല്ലാതെ ഇന്ത്യയിൽ 5 വർഷം തികച്ച് പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. 1999 മുതൽ 2004 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കാലാവധി. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? 1957 ഏപ്രിൽ 27-ന്. 1957 ഏപ്രിൽ 27-നാണ് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷമായിരുന്നു ഇത്. ബാൽബന്റെ യഥാർത്ഥ പേര്? ഉലുഗ് ഖാൻ. അടിമവംശത്തിലെ ശക്തനായ സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയുടെ യഥാർത്ഥ പേര് ഉലുഗ് ഖാൻ എന്നായിരുന്നു. അടിമത്വത്തിൽ നിന്ന് ഉയർന്ന് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം പിടിച്ചെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ? വില്യം ബെന്റിക് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭുവിന്റെ ഭരണകാലത്താണ്
1828 മുതൽ 1835 വരെ കുപ്രസിദ്ധമായ തഗ് സംഘങ്ങളെ അമർച്ച ചെയ്തത്. സാമൂഹിക പരിഷ്കാരങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് വെള്ളത്തിൽ ലയിക്കുന്നതും ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ നശിക്കുന്നതുമായ ഒരു വിറ്റാമിനാണ്. അതിനാൽ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ വേവിക്കുമ്പോൾ അതിന്റെ പോഷകഗുണം കുറയാൻ സാധ്യതയുണ്ട്. വെള്ളെഴുതത്ത് എന്ന നേത്രരോഗത്തിന്റെ ശാസ്ത്രനാമം ഹൈപ്പർമെട്രോപിയ. ദീർഘദൃഷ്ടി എന്നറിയപ്പെടുന്ന നേത്രരോഗമാണ് ഹൈപ്പർമെട്രോപിയ അല്ലെങ്കിൽ വെള്ളെഴുതത്ത്. ഈ അവസ്ഥയിൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയില്ല. യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ ആസ്ഥാനം ജനീവ. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ UNHCR ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ദൗത്യം. ജംഷഡ്പൂർ ഏതു വ്യവസായത്തിന് പ്രസിദ്ധം? ഇരുമ്പ് ഉരുക്ക്. ഇന്ത്യയിലെ ജാർഖണ്ഡ് സംസ്ഥാനത്തുള്ള ജംഷഡ്പൂർ ടാറ്റ സ്റ്റീലിന്റെ ആസ്ഥാനവും ഇന്ത്യയുടെ സ്റ്റീൽ നഗരം എന്നും അറിയപ്പെടുന്നു. ഇരുമ്പ് ഉരുക്ക് വ്യവസായത്തിന് പേരുകേട്ട ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമാണിത്. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാനം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ശുപാർശ ചെയ്യാൻ പ്രസിഡന്റ് ഒരു ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നു. സംക്ഷേപവേദാർത്ഥം 1772 എവിടെ നിന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്? റോം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അച്ചടി ഗ്രന്ഥമായ സംക്ഷേപവേദാർത്ഥം 1772 റോമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ക്ലമന്റ് പിയാനിയസ് എന്ന പാതിരിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. CPI-M പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത വൃന്ദ കാരാട്ട്. വൃന്ദ കാരാട്ട് 2005 CPI-M പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ്. രാജ്യത്തെ പ്രമുഖ വനിതാ നേതാക്കളിൽ ഒരാളാണ് അവർ. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല കച്ച്. ഗുജറാത്ത് സംസ്ഥാനത്തിലെ കച്ച് ജില്ലയാണ് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നത്. ഇത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു വലിയ ജില്ലയാണ്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 1944 സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു റേഡിയോ പ്രക്ഷേപണത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആണ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന അംഗീകാരമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ചു നൽകുന്നത് ആര്? ഗവർണർ. സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് വകുപ്പുകൾ അനുവദിക്കുന്നതും പുനർവിഭജനം നടത്തുന്നതും ഗവർണറാണ്. ഇത് പാർലമെന്ററി ജനാധിപത്യത്തിലെ ഒരു പ്രധാന അധികാര വികേന്ദ്രീകരണ രീതിയാണ്. ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലനായ ഭരണാധികാരികളിൽ ഒരാളാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യയുടെ സുവർണകാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ വ്യാപിച്ചുകിടക്കുന്ന കൊങ്കൺ റെയിൽവേയുടെ ആകെ നീളം 760 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരദേശ മേഖലയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റെയിൽവേ ശൃംഖലയാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി SDMA അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ അതോറിറ്റിയാണ്. സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? അന്റാർട്ടിക്കയിൽ. അന്റാർട്ടിക്കയിലെ എൽസ്വർത്ത് പർവ്വതനിരയുടെ ഏറ്റവും വലിയ വിഭാഗമാണ് സെന്റിനൽ റേഞ്ച്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ വിൻസൺ മാസിഫ് ഈ പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിൽ കാലാവധി 5 വർഷം തികച്ചു ഭരിച്ച ഏക കോൺഗ്രസ് മുഖ്യമന്ത്രി? കെ. കരുണാകരൻ 1982 മുതൽ 87 വരെ. കേരളത്തിൽ 5 വർഷം തികച്ചു ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി കെ. കരുണാകരനാണ്. 1982 മുതൽ 1987 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കാലാവധി. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി. ചെവിയെയും അതിന്റെ ഘടന, പ്രവർത്തനങ്ങൾ, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള പഠനശാഖയാണ് ഓട്ടോളജി. ഇത് വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാന മേഖലയാണ്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹേബർലാൻഡ്. സസ്യ ടിഷ്യൂ കൾച്ചറിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ഗോട്ട്ലീബ് ഹേബർലാൻഡ് ആണ്. സസ്യകോശങ്ങൾക്ക് പൂർണ്ണമായ സസ്യം ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ആദ്യമായി സിദ്ധാന്തിച്ചു. ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി, ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് രോഗത്തിന് കാരണം. ഈ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ പേശീസങ്കോചങ്ങൾക്കും മറ്റ് ഗുരുതരമായ നാഡീപ്രശ്നങ്ങൾക്കും ഇടയാക്കും. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യം നൽകിയത്? ഉത്രം തിരുനാൾ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അനുമതി നൽകിയത് 1859-ൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഇത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. നയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര സാങ്കേതികം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഒരു ബഹുമതിയാണ് നയുദാമ അവാർഡ്. ഇത് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ്? ലാറ്ററൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ഉയർന്ന മഴയും ചൂടുള്ള കാലാവസ്ഥയും ഈ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം? മൊണാക്കോ. ഫ്രാൻസിന്റെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മൊണാക്കോ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യങ്ങളിലൊന്നാണ്. വത്തിക്കാൻ സിറ്റിക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണിത്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? മംഗളവനം. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളവനം കേരളത്തിലെ ഒരു പ്രധാന കണ്ടൽക്കാട് ആവാസവ്യവസ്ഥയും പക്ഷി സങ്കേതവുമാണ്. സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം കൂടിയാണിത്. നബാർഡിന്റെ ആസ്ഥാനം? മുംബൈ. കാർഷിക, ഗ്രാമീണ വികസനത്തിനായുള്ള ദേശീയ ബാങ്കായ നബാർഡിന്റെ നാബാർഡ് ആസ്ഥാനം മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ വളർച്ചയിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. സെല്ലുലാർ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? മാർട്ടിൻ കൂപ്പർ. ആദ്യത്തെ ഹാൻഡ്ഹെൽഡ് സെല്ലുലാർ ഫോൺ വികസിപ്പിച്ച വ്യക്തിയായ മാർട്ടിൻ കൂപ്പർ സെല്ലുലാർ ഫോണിന്റെ പിതാവായി അറിയപ്പെടുന്നു. 1973-ൽ മോട്ടറോളയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം. തൊണ്ടമുഴ എന്ന് അറിയപ്പെടുന്ന രോഗം? ഡിഫ്തീരിയ. കോറിനെബാക്ടീരിയം ഡിഫ്തീരിയ, കോൺബാക്ടീരിയം ഡെഫ്തീരിയ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഡിഫ്തീരിയ. ഇത് തൊണ്ടയിലും മൂക്കിലും കടുത്ത അണുബാധ ഉണ്ടാക്കുന്നു. ട്യൂബർകുലോസിസിന് കാരണമായ ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം. ക്ഷയം, ട്യൂബർകുലോസിസ് രോഗത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ്. പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ? ജീവകം സി. ജീവകം സി, വിറ്റാമിൻ സി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഒരു ആന്റിഓക്സിഡന്റായി പ്രവർത്തിക്കുകയും കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി? ലീജിയൻ ഓഫ് ഓണർ. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനികവും സിവിലിയനുമായ ബഹുമതിയാണ് ലീജിയൻ ഓഫ് ഓണർ, ലീജൻ ഡി ഹോണർ.
നെപ്പോളിയൻ ബോണപർട്ട് 1802 ഇത് സ്ഥാപിച്ചു. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. മഹാത്മാഗാന്ധി രബീന്ദ്രനാഥ ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ, മഹാനായ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലായിരുന്നു ഈ വിശേഷണം. ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ക്യൂബ്. ഗ്വാണ്ടനാമോ ബേയിലെ യു.എസ്. സൈനിക താവളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്വാണ്ടനാമോ ജയിൽ ക്യൂബയിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെച്ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ഈ തടവറ കുപ്രസിദ്ധമാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്? ബ്രിട്ടൻ. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ല? കൊല്ലം. കേരളത്തിൽ എള്ളിന്റെ ഉത്പാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്ന ജില്ലയാണ് കൊല്ലം. എള്ള് ഒരു പ്രധാന എണ്ണവിളയാണ്. ദുഷ്യന്തൻ എന്ന കഥാപാത്രം കാളിദാസന്റെ ഏത് നാടകത്തിൽ? അഭിജ്ഞാനശാകുന്തളം. കാളിദാസന്റെ ലോകപ്രശസ്തമായ സംസ്കൃത നാടകമായ അഭിജ്ഞാനശാകുന്തളത്തിലെ നായകനാണ് ദുഷ്യന്തൻ രാജാവ്. ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രണയകഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു? അർജുൻ ദേവ്. സിഖ് മതത്തിലെ 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവ് ആണ് സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ആദിഗ്രന്ഥം ക്രോഡീകരിച്ചത്. ഗുരു ഗ്രന്ഥ് സാഹിബിന്റെ ആദ്യ രൂപമായിരുന്നു ഇത്. SNDPയുടെ സ്ഥാപക സെക്രട്ടറി? കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രബോധനങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ച SNDP യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഒഫ്താൽമോളജി. കണ്ണുകളെയും കാഴ്ചയെയും അവയുടെ രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി. കണ്ണിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചികിത്സകളും ശസ്ത്രക്രിയകളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. ഹെമറ്റൂറിയ എന്നാൽ എന്ത്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ. ഹെമറ്റൂറിയ എന്നത് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇത് മൂത്രാശയ വ്യവസ്ഥയിലെ അണുബാധ, വൃക്കരോഗങ്ങൾ, മൂത്രാശയക്കല്ലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ രോഗങ്ങളുടെ ലക്ഷണമാകാം. ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ? വേമ്പനാടും കായംകുളവും. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കായലുകളാണ് വേമ്പനാട് കായലും കായംകുളം കായലും. ഇവ കേരളത്തിന്റെ ജലഗതാഗതത്തിലും ടൂറിസത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. സത്യാർത്ഥ പ്രകാശം രചിച്ചത്? ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യാനും വേദങ്ങളിലേക്ക് മടങ്ങാനും ഈ ഗ്രന്ഥം ആഹ്വാനം ചെയ്തു. ഡൽഹി സ്ഥാപിച്ച വംശം? തോമര വംശം. ഡൽഹി നഗരം സ്ഥാപിച്ചത് തോമര രാജാക്കന്മാരാണെന്ന് കരുതപ്പെടുന്നു. 8ാം നൂറ്റാണ്ടിൽ ദില്ലിക എന്ന പേരിൽ അവർ ഒരു നഗരം സ്ഥാപിച്ചു. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏകമന്ത്രി? കെ. മുരളീധരൻ. 2004 വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ അന്നത്തെ മന്ത്രിയായിരുന്ന കെ. മുരളീധരൻ പരാജയപ്പെട്ടു. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമായിരുന്നു ഇത്. ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്ത്? ഹോളണ്ട്, നെതർലാൻഡ്സ്. 17ാം നൂറ്റാണ്ടിൽ ഹോളണ്ടിൽ നിന്നാണ് ആദ്യമായി മലയാളം അച്ചടിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ്, ഹോട്ടസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥമാണ് അച്ചടിയിലെത്തിയത്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നുചേരും? മുഖ്യമന്ത്രി. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ ആ വകുപ്പ് താൽക്കാലികമായി മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്നു. പുതിയൊരു മന്ത്രിയെ നിയമിക്കുകയോ നിലവിലുള്ള മറ്റേതെങ്കിലും മന്ത്രിക്ക് ആ വകുപ്പ് നൽകുകയോ ചെയ്യുന്നതുവരെ ഈ സ്ഥിതി തുടരും. ഹാൽദിയ ഏത് നിലയിൽ പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാല. പശ്ചിമബംഗാളിലെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമായ ഹാൽദിയ
ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഓയിൽ റിഫൈനറി പേരുകേട്ടതാണ്. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ. ശരീരം വിയർക്കുന്നത് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാന സംവിധാനമാണ്. വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ശരീരത്തിൽ നിന്ന് ചൂട് പുറത്തുപോകുന്നു. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബി. പുരാതന ബാബിലോണിയൻ രാജാവായ ഹമ്മുറാബി ക്രി. 18ാം നൂറ്റാണ്ടിൽ നിയമങ്ങളുടെ ഒരു സംഹിത കോഡ് ഓഫ് ഹമ്മുറാബി സ്ഥാപിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടതുമായ നിയമസംഹിതകളിൽ ഒന്നാണ്. ഗുജറാത്തിൽ ജസിയ ഏർപ്പെടുത്തിയ ഏക ഭരണാധികാരി അഹമ്മദ് ഷാ ഒന്നാമൻ. ഗുജറാത്ത് സുൽത്താനേറ്റ് സ്ഥാപിച്ച അഹമ്മദ് ഷാ ഒന്നാമനാണ് ഗുജറാത്തിൽ ജസിയ നികുതി ഏർപ്പെടുത്തിയ ഏക ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത്. വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എ.എൽ. വാഷാം. പുരാതന ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പ്രശസ്ത പുസ്തകം എഴുതിയത് ആൽഫ്രഡ് ലെസ്ലി ബാഷാമാണ്. സർദാർ കെ.എം. പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ. പ്രമുഖ നയതന്ത്രജ്ഞനും ചരിത്രകാരനും എഴുത്തുകാരനുമായിരുന്നു സർദാർ കെ.എം. പണിക്കർ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ എന്നാണ്. മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഹോഷംഗാബാദ്. കറൻസി നോട്ടുകൾക്കും മറ്റ് സെക്യൂരിറ്റി ഡോക്യുമെന്റുകൾക്കുമുള്ള പേപ്പറുകൾ നിർമ്മിക്കുന്ന സെക്യൂരിറ്റി പേപ്പർ മിൽ മധ്യപ്രദേശിലെ ഹോഷംഗാബാദിൽ സ്ഥിതിചെയ്യുന്നു. 1956-ലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫ്രെഡറിക് ടെയ്ലർ. വ്യാവസായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രീയ സമീപനം വികസിപ്പിച്ച വ്യക്തിയാണ് ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ. അദ്ദേഹത്തെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവായി കണക്കാക്കുന്നു. വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജി. ബർദോളി സത്യാഗ്രഹത്തിൽ കർഷകരെ നയിച്ചതിനുശേഷം അവിടുത്തെ സ്ത്രീകൾ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നൽകി. ഗാന്ധിജി ഇത് അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂർ. കേരളത്തിലെ കൈത്തറി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കോർപ്പറേഷനാണ് കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. വല്ലഭാചാര്യർ പ്രചരിപ്പിച്ച തത്വം ശുദ്ധാദ്വൈതം. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന ആചാര്യന്മാരിൽ ഒരാളായിരുന്ന വല്ലഭാചാര്യർ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്ന ശുദ്ധാദ്വൈതം എന്ന തത്വചിന്ത പ്രചരിപ്പിച്ചു. വിക്രമാബ്ദം ആരംഭിച്ചത് എന്ന് ബി.സി. 58. ബി.സി. 58-ൽ ഉജ്ജയിനിലെ വിക്രമാദിത്യ രാജാവ് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഹിന്ദു കലണ്ടർ വർഷമാണ് വിക്രമാബ്ദം. കോശത്തിന്റെ ഊർജ്ജസംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഭാഗമാണ് മൈറ്റോകോൺട്രിയ. ഇതിനെ കോശത്തിന്റെ പവർ ഹൌസ് എന്ന് വിശേഷിപ്പിക്കുന്നു. കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം 1978. ഇന്ത്യയുടെ തീരദേശ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 1977-ൽ രൂപീകരിക്കുകയും 1978-ൽ കോസ്റ്റ് ഗാർഡ് ആക്ട് പ്രകാരം ഒരു സായുധ സേനയായി സ്ഥാപിക്കുകയും ചെയ്തു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി രാജാ രവിവർമ്മ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവും രണ്ടാമത്തെ മലയാളി പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുമാണ്. ഗാന്ധിജി 1910-ൽ ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം. ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം.
സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായ ലിയോ ടോൾസ്റ്റോയിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് സ്ഥാപിച്ചത്. ഡോയിഷ്ലാൻഡ് എന്ന പേര് ഏത് രാജ്യത്തെ സൂചിപ്പിക്കുന്നു? ജർമ്മനി. ഡോയിഷ്ലാൻഡ് എന്നത് ജർമ്മനി എന്ന രാജ്യത്തിന്റെ ജർമ്മൻ ഭാഷയിലുള്ള പേരാണ്. കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം? ന്യൂക്ലിയസ്. കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗമാണ് ന്യൂക്ലിയസ്. കോശത്തിന്റെ ജനിതക വസ്തുവായ DNA ഇവിടെയാണ് കാണപ്പെടുന്നത്. ജമാബന്ദി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ഭൂനികുതി വ്യവസ്ഥയിൽ ജമാബന്ദി പോലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇത് ഭൂനികുതിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ 1967 നടന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 1967 ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ ക്രിസ്ത്യൻ ബർണാഡിന്റെ നേതൃത്വത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഇത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു. ജൽപാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ അലിപുർദുവാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജൽപാറ വന്യജീവി സങ്കേതം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇതൊരു പ്രധാന സംരക്ഷിത പ്രദേശമാണ്. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോ. ശാസ്ത്ര പ്രചാരണത്തിനുള്ള കലിംഗ സമ്മാനം യുനെസ്കോയാണ് നൽകുന്നത്. ഇന്ത്യയിലെ കലിംഗ ഫൗണ്ടേഷൻ സ്ഥാപിച്ച ബിജു പട്നായിക്കിന്റെ സംഭാവനകളെ ഇത് അടയാളപ്പെടുത്തുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചുകാലം MLA ആയിരുന്നത് ആരാണ്? സിസ്റ്റർ ഹരിദാസ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ MLA ആയി ഏറ്റവും കുറഞ്ഞ കാലയളവ് സേവിച്ച വ്യക്തിയാണ് സിസ്റ്റർ ഹരിദാസ്. ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിഫലിക്കുന്ന ഇടവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മീറ്റർ അകലം വേണം? 17 മീറ്റർ. ശബ്ദം സഞ്ചരിച്ച് പ്രതിഫലിച്ച് തിരിച്ചെത്താൻ ആവശ്യമായ സമയവും മനുഷ്യന്റെ കേൾവിശക്തിയും അടിസ്ഥാനമാക്കിയാണ് ഈ ദൂരം നിർണ്ണയിക്കുന്നത്. ഇത് ശബ്ദശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17. ഒരു ഇന്ത്യൻ രൂപ നോട്ടിൽ മുൻവശത്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മൂല്യം രേഖപ്പെടുത്തുന്നു. പിന്നിൽ ഒരു പാനലിൽ മറ്റു 15 പ്രാദേശിക ഭാഷകളിലും മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ എത്ര പ്രാവശ്യം ആക്രമിച്ചു? 17 പ്രാവശ്യം. മുഹമ്മദ് ഗസ്നി 1000 മുതൽ 1027 വരെ ഇന്ത്യയെ 17 തവണ ആക്രമിച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു. ഏത് നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത്? 17-ാം നൂറ്റാണ്ടിൽ. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും മഹാനായ യോദ്ധാവുമായിരുന്നു ഛത്രപതി ശിവജി. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിനെതിരെ അദ്ദേഹം പോരാടുകയും സ്വതന്ത്ര മറാഠ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവുമധികം പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവാണ്. എത്ര പ്രാവശ്യം? 17 പ്രാവശ്യം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 17 തവണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രസംഗിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ദീർഘകാല ഭരണത്തിന്റെ അടയാളമാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പാർട്ട് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 17-ാം ഭാഗത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 17-ാം ഭാഗം ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ യൂണിയന്റെ ഔദ്യോഗിക ഭാഷകൾ, പ്രാദേശിക ഭാഷകൾ, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഉപയോഗിക്കുന്ന ഭാഷകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൊച്ചിയെയും പനവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ 66-ാം നാഷണൽ ഹൈവേ മുൻപ് എത്രാമത്തെ നാഷണൽ ഹൈവേ ആയിരുന്നു? 17-ാം നാഷണൽ ഹൈവേ. പനവേലിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള ഈ പ്രധാന ദേശീയപാതയുടെ പേര് അടുത്തിടെയാണ് ദേശീയപാത 66 എന്ന് മാറ്റിയത്. ഇത് പശ്ചിമതീരത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ്? 17-ാം റെയിൽവേ സോൺ.
ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ശൃംഖലയായ കൊൽക്കത്ത മെട്രോ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സ്വതന്ത്ര സോണാണ്. ഇത് നഗരഗതാഗതത്തിന് വലിയ സംഭാവന നൽകുന്നു. എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണികഴിപ്പിച്ചത്? 17-ാം നൂറ്റാണ്ടിൽ. ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി 17-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് താജ്മഹൽ. ഇത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമായത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ. 1613-ൽ സൂറത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി അവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കത്തിന് ഒരു നാഴികക്കല്ലായി. ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിത്വം ഡച്ചുകാർ അവസാനിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ അവരുടെ വ്യാപാര മേധാവിത്വം അവസാനിപ്പിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ ഡച്ചുകാരെയും കീഴടക്കി. അയത്താചരണം ശിക്ഷാർഹമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 17-ാം അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 17 അയത്താചരണം നിരോധിക്കുകയും അത് ഏത് രൂപത്തിലാണെങ്കിലും ശിക്ഷാർഹമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് സാമൂഹിക സമത്വത്തിനായുള്ള ഒരു പ്രധാന നിയമമാണ്. ഷാജഹാൻ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന നൂറ്റാണ്ട് ഏതാണ്? 17-ാം നൂറ്റാണ്ടിൽ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ 17-ാം നൂറ്റാണ്ടിൽ ഭരണം നടത്തുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിന് സംഭാവന നൽകുകയും ചെയ്തു. താജ്മഹൽ ഉൾപ്പെടെ നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്താണ് നിർമ്മിച്ചത്.